വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് നെത്തോലി കൊണ്ടൊരു പീര വെക്കാം. മാങ്ങ ഇട്ട നെത്തോലി പീര. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇത് 1/2 കിലോ നെത്തോലിയാണ്, നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു മാങ്ങ, ഇത് ഒരു മീഡിയം സൈസ് പുളിയാണ്, അത് കാരണം ഒരു മാങ്ങ ഫുള്ള് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ചുവന്നുള്ളി വേണം. പിന്നെ ഒരു 5 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ. കുറച്ച് എരിവൊക്കെ വേണം നമുക്ക് ഈ മാങ്ങ ഇട്ടൊക്കെ വെക്കുമ്പോൾ. അതിൻ്റെ ആ പുളിയൊക്കെ ഇറങ്ങുമ്പം ആ കറക്റ്റ് ആ ഒരു എരിവും കൂടെ വേണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളേ. പിന്നെ നമുക്ക് കറിവേപ്പില, പിന്നെ നല്ലൊരു പീസ് ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് നമുക്ക് തേങ്ങ വേണേ. ആദ്യം നമുക്ക് ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ പച്ചമുളക്, 5 പച്ചമുളക് എടുത്തേക്കുന്ന എരിവുള്ള പച്ചമുളക് കേട്ടോ, അത്, ഉള്ളി, പിന്നെ ഇഞ്ചി ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കും. കാരണം അല്ലെങ്കിലുണ്ടല്ലോ ഇത് അവിടെ ഇവിടെ ഇങ്ങനെ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കത്തേ ഉള്ളൂ, ഒരുപാട് നമ്മൾ അരയത്തില്ലല്ലോ. അപ്പം നമ്മളിങ്ങനെ ചെറിയൊരു പീസാക്കി ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ എല്ലാ ഭാഗത്തും എല്ലായിടവും ഇതൊന്ന് നന്നായിട്ടൊന്ന് ക്രഷായി കിട്ടും. മുഴുവനായിട്ട് കഴിഞ്ഞാൽ അത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉരുണ്ട് കിടക്കും. നമ്മൾ ഈ ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി ഇതെല്ലാം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുത്തു. കാരണം ആദ്യം നമ്മൾ ഈ തേങ്ങയും കൂടെ ചേർത്ത് പിന്നെ ഇത് അരച്ചെടുക്കാൻ പോയുണ്ടല്ലോ, തേങ്ങ അങ്ങ് അരഞ്ഞും പോവും, മുളകും ഇഞ്ചി ഒന്നും അത് നന്നായിട്ടൊന്നും ചതഞ്ഞ് കിട്ടത്തില്ല, അതിങ്ങനെ ബോളായിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കും. ആദ്യം ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ തേങ്ങ ഇട്ടിട്ട് ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കിയാൽ മതി, അന്നേരത്തേന് കറക്റ്റായിട്ട് അത് അരഞ്ഞ് കിട്ടും. നമ്മളിവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ടേ, അതിനകത്ത് നമ്മൾ ഈ ചതച്ച തേങ്ങയും ഉള്ളി പച്ചമുളകിൻ്റെ ആ മിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ആ അരപ്പ് മുഴുവൻ അതിനകത്തോട്ട് എടുത്തേക്കണേ. മീൻ വേവാനുള്ള വെള്ളം നമ്മളിപ്പം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ജാറിൻ്റെ അകത്ത് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാമെങ്കിൽ ഇതിനകത്ത് അരപ്പും എല്ലാം പുള്ളിങ്ങി കിട്ടും. ഇത്രയും വെള്ളം മതി കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ മാങ്ങ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കണേ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒക്കെ നമ്മൾ നോക്കിയിടണം കേട്ടോ, ഒരുപാട് കൂടരുത് ആദ്യം കയറി. അതിനകത്തോട്ട് പിന്നെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തേക്കണേ. ഒരുപാടങ്ങ് മഞ്ഞൾപ്പൊടി ആകരുത്, അന്നേരം ഭയങ്കര മഞ്ഞിച്ചിരി, അത് കൊള്ളത്തില്ല മീൻപീരയ്ക്ക്. ഞാനത് ഇടാറില്ല കേട്ടോ, കുറച്ച് ഇടത്തുള്ളൂ, ഒരു ലൈറ്റ് മഞ്ഞ കളർ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തീ കത്തിക്കണേ. കണ്ടോ, ഇത് ലൈറ്റ് ഒരു യെല്ലോ കളറേ ഉള്ളേ, അത് മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കണേ ഉണ്ടോന്ന്. ഇനി തീ കത്തിച്ച് കൊടുക്കുക. ഇത് ആദ്യം ഇങ്ങനെ ഒന്ന് വേവിക്കുന്നത് എന്തിനാണെന്നറിയോ? ആ പുളിയൊക്കെ അന്നേരത്തേന് ആ പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ പുളിയൊക്കെ നന്നായിട്ട് ഈ അരപ്പിലോട്ടാകും. അതിനായിട്ടാണ് നമ്മൾ ആദ്യം ഇത് വേവിക്കുന്നത്. ചെറിയ മീനല്ലേ, അപ്പോൾ അതിനധികം വേവില്ല. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട ശേഷം നമുക്ക് മീൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നെത്തോലി വളരെ നല്ലൊരു മീനാണ്. നെത്തോലി വേളൂരിയാണേ, നെത്തോലിയല്ല. വേളൂരി വളരെ നല്ല. ഈ ചെറിയ മീനുകളെല്ലാം നല്ല, നെത്തോലി ആണേലും വേളൂരി ആണേലും ഒക്കെ നല്ല, നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. കാൽസ്യമൊക്കെ വളരെ നന്നായിട്ട് ഉള്ള ഒരു മീനാണ് ചെറിയ മീനുകൾ. ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നെങ്കിലും ഈ മീൻ ഇട്ട് കഴിയുമ്പോൾ മീനകത്തും കൊണ്ടൊന്നും കൂടെ കുറച്ച് വെള്ളം വരുവേ, അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഉണ്ടാവും. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. നമ്മളിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് 6 മിനിറ്റായി. തുറന്ന് നോക്കാം. കണ്ടോ, നല്ലപോലെ വെള്ളമായി. നമ്മൾ നേരത്തെ ഒഴിച്ചതിനെക്കാട്ടി വെള്ളമാകത്തില്ലേ, ആ മീനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുവേ, അതാണത്. നമ്മൾ കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളായിരുന്നു ആ മിക്സിയുടെ ജാറിനകത്തെ. ഇത്രയും വെള്ളം വേണം, കാരണം എന്താ വെച്ചാൽ ആ മാങ്ങ ഇതിനകത്ത് കിടന്ന് വേവണമേ, വെന്താലേ ആ പുളി നന്നായിട്ട് ഇറങ്ങത്തുള്ളൂ. അപ്പം നമ്മൾ കുറച്ച് തീ കൂട്ടിയാണ് വെച്ചേക്കുന്നത്. ഇനി ഒരു 3-4 മിനിറ്റ് ഉണ്ടല്ലോ സിമ്മി വെച്ചിട്ടാണ് ഇനി വേവിക്കുന്നത്. സ്വല്പം ഉപ്പ് വേണം, അത് ഞാനിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വെതറി കൊടുക്കുവേ. ഇനി മീൻ നേരത്തെ കണക്ക് ഇളക്കരുത്. ആ ഉപ്പ് ചെറുതായിട്ട് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൻ്റെ മേളിലോട്ടല്ലേ വീണേക്കുന്നത്, അന്നേരം നമ്മൾ
ഇങ്ങനെ സ്പൂൺ കൊണ്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോഴത്തേന് ആ ഉപ്പ് അതിനകത്തോട്ട് ആയിക്കോളൂ. കുത്തി ഇളക്കരുത്. പിന്നെ ഈ നടുക്ക് ഭാഗം ഉണ്ടല്ലോ, ഈ നടുക്ക് ഭാഗത്ത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം. കാരണം അന്നേരം അടിയിൽ പിടിച്ചിട്ടുണ്ടോ എന്നറിയാം. പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ഇളക്കാവുള്ളൂ കേട്ടോ. അല്ല മൊത്തം നേരത്തെ ഇളക്കിയ പോലെ കുത്തി ഇളക്കരുത്, മീനെല്ലാം പൊടിഞ്ഞു പോകും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ചെറിയ മീനല്ലേ, അതെല്ലാം കൂടെ അങ്ങ് പൊടിഞ്ഞു പോയാൽ പിന്നെ കഴിക്കാൻ ഭയങ്കര പാടാണ്. ഇനി ഇത് സിമ്മിലേക്ക് വെക്കാം. സിമ്മിലേക്ക് വെച്ചൊരു 4 മിനിറ്റും കൂടെ ഒരു 10 മിനിറ്റ് മതി നമുക്ക് മീൻ പീര ഉണ്ടാക്കാൻ കേട്ടോ. ഇനി ഒരു 3-4 മിനിറ്റ് സിമ്മി കിടന്ന് വേവട്ടെ. നമ്മളിപ്പോൾ ഇത് ഇവിടെ അടച്ചു വെച്ചിട്ടൊരു 4 മിനിറ്റായി. അടിയിലൊരു സ്വല്പം വെള്ളം കൂടെ ഉള്ളൂ. അത് ചട്ടിയിലല്ലേ വെച്ചേക്കുന്നത്, ആ ചട്ടിയുടെ ചൂട് കൊണ്ട് അതങ്ങ് റെഡി ആയിക്കോളേ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പച്ച വെളിച്ചെണ്ണ. ഇപ്പം എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതിനായിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. ഇപ്പം എണ്ണ ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉണ്ട്, അങ്ങനെ അധികം കഴിക്കാൻ പാടില്ലെങ്കിൽ എണ്ണ വേണ്ട കേട്ടോ. അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി അടച്ച് 1 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കുറച്ച് കഴിയുമ്പോൾ ഈ വെള്ളം ഈ ചട്ടിയിലിരുന്ന് അങ്ങ് വറ്റിക്കോളും കേട്ടോ. നമ്മളങ്ങ് ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കിയുണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോയി. ചട്ടിക്ക് നല്ലൊരു ചൂടല്ലേ, അപ്പോൾ ഈ ചട്ടിയിലിരുന്ന് ഈ വെള്ളം കുറേ അങ്ങ് വറ്റിപ്പോക്കോളും കേട്ടോ. നമ്മൾ കഴിക്കാറാകുമ്പോഴത്തേനും ഇത് നല്ല സെറ്റായിട്ടുണ്ടാവേ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ മീനുകളൊക്കെ കിട്ടുമ്പോൾ, ഇപ്പം നെത്തോലി, വേളൂരി, അല്ലെങ്കിൽ ചെറിയ ചൂട്, ആ വരയില്ലാത്തൊരു മീനില്ലേ ചൂടൊക്കെ, അത് ചെറിയ മത്തി, അതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ പീര വെച്ച് കഴിക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മൾ കാൽസ്യത്തിൻ്റെ കുറവൊക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ തോരനൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ കഴിക്കും കേട്ടോ. അതുപോലെ നല്ല മാങ്ങയിട്ട് വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇതിന് കേട്ടോ. ഇപ്പം ഈ മാങ്ങയുടെ സീസണല്ലേ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ വേറെ ബൗളിലോട്ടൊന്നും എടുത്ത് കാണിക്കത്തില്ല. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. എൻ്റെ ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.